ഇന്നൊരു പനി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. പനി എനിക്കല്ല, കുഞ്ഞമ്മോനും ഉണ്ണിപ്പെണ്ണിനുമാണ് കേട്ടോ പനി. എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ല ഈ കട്ടൻ ചായ ഒന്നും കുടിക്കാൻ. ഞാൻ അങ്ങനെ കുടിക്കാറേ ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് നല്ലോണം തലവേദനയും ജലദോഷം കൂടിയപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചാൽ സുഖം ഉണ്ടാവുമെന്ന് തോന്നിയിട്ട് ആ ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചു കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇന്ന് ചക്കരശ്ശേരിയും മോര് കാച്ചിയതും ബീട്രൂട്ട് ഉപ്പേരിയായിരുന്നു കേട്ടോ ഉച്ചക്കലത്തെ ഭക്ഷണം. അപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. ഇന്നെൻ്റെ കുഞ്ഞമ്മൂനെ അംഗനവാടി കിടന്നില്ല, അവന് നല്ല പനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീടൊക്കെ ആണെങ്കിൽ ആകെപ്പാടെ അങ്ങോട്ടായി കിടക്കും കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഗുളികയൊക്കെ എടുത്ത് കഴിച്ചിട്ട് വീടൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ലോണം വയ്യായിരുന്നു. അപ്പോൾ ഗുളികയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് കുറച്ച് ആശ്വാസമൊക്കെ തോന്നി കേട്ടോ. എനിക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ തീരെ പറ്റില്ല, പ്രത്യേകിച്ച് പൊടിയൊന്നും തട്ടാൻ തീരെ പറ്റില്ല കേട്ടോ. അപ്പം പെട്ടെന്ന് തുമ്മലൊക്കെ വരും. വന്നാലും ഞാനതൊന്നും കാര്യമാക്കിയില്ല കേട്ടോ. നമ്മുടെ വീട് നമ്മളല്ലാതെ മറ്റാരും വൃത്തിയാക്കാൻ വരില്ലല്ലോ. ഈ രാവിലത്തെ തണുപ്പൊക്കെ അടിക്കുമ്പോൾ എനിക്ക് മിക്കവാറും ദിവസങ്ങളിൽ ഈ ജലദോഷം പതിവാണ് കേട്ടോ. എന്നാലും ഞാനത് കാര്യമാക്കാറില്ല. പക്ഷേ മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് പനിയായി കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് പനി വന്നുള്ള കാര്യം നമുക്ക് പിന്നെ പറയുകയും വേണ്ടല്ലോ, ഭയങ്കര വാശിയായിരിക്കും അല്ലേ. അപ്പം കുഞ്ഞിനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഉണ്ണിപ്പെണ്ണാണെങ്കിൽ ഭയങ്കര വാശിയാണ് കേട്ടോ. വയ്യാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര വാശി പിടിക്കും കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും വയ്യാത്തത് കൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ട് ഉണരാറുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. പിള്ളേർ ഉണരുന്നതിന് മുമ്പ് പെട്ടെന്ന് എല്ലാ പണിയും ഒതുക്കി വെച്ചാൽ നമുക്ക് പിന്നെ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഓടി നടന്ന് പെട്ടെന്ന് പണി തീർത്ത് വെക്കുന്നത്. വീടൊക്കെ വൃത്തിയാക്കി കഴിയുമ്പോൾ കാണാൻ എനിക്കൊരു ഭയങ്കര സമാധാനമാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ആ ഒരു സമാധാനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിന്. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ എണീറ്റാൽ നമുക്ക് വലിയ ടെൻഷനൊന്നും ആവണ്ട, എന്തെങ്കിലും അവർക്കുള്ള ആഹാരമൊക്കെ എടുത്ത് കൊടുത്താൽ പോരെ. അപ്പം കുഞ്ഞുങ്ങളെ പിന്നെ ഹോസ്പിറ്റലിലോട്ടൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി മരുന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മുന്നേ കിട്ടിയിട്ടുള്ള പനിയുടെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. അത് കൊടുത്തിട്ട് പിന്നെ കുറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതി കേട്ടോ. അപ്പം കുഞ്ഞിനെ ഉണർന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ മരുന്നൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ പനിയും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡൊന്നും ഉണ്ടാവില്ല കേട്ടോ. തീരെ വയ്യാണ്ടാവുമ്പോൾ പിന്നെ അതിനൊന്നും തോന്നാറേ ഇല്ല. പിന്നെ ഇന്നെന്താണാവോ ഗുളിക കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ വന്നപ്പോഴത്തേനും വലിയ കുഴപ്പമൊന്നും തോന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. ഈ ക്ലീനിങ്ങൊക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. കുഞ്ഞുങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ രീതിയിലൊന്നും വൃത്തിയായിട്ടൊന്നും വീട് കിടക്കാറൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞുങ്ങളുള്ള വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ അത് അറിയായിരിക്കും. അധികം നേരമൊന്നും പിന്നെ ഇത് വൃത്തിയായി കിടക്കില്ല കേട്ടോ. ഈ കളിപ്പാട്ടങ്ങളെല്ലായിടവും വാരി നിരത്തി ഇടും. ഉണ്ണിപ്പെണ്ണാണെങ്കിൽ എല്ലാ സാധനവും തുണികൾ ഉൾപ്പെടെ എല്ലായിടും വലിച്ചുകൊണ്ടൊക്കെ നടക്കും കേട്ടോ. പിന്നെ ഇന്ന് മഴയൊക്കെ ഇത്തിരി കുറവാണ് കേട്ടോ. നമുക്ക് രാത്രി നല്ല മഴയുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ ഇനി എന്തുവാണെന്ന് അറിയില്ല. മഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കുറച്ച് തുണികളും കൂടി ഇനി അലക്കിയിടാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ തുണി അലക്കി വിരിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. മഴയായി കഴിഞ്ഞാൽ ഞാൻ റൂമുകളിലും ജനലൊക്കെയാണ് കേട്ടോ തുണി വിരിച്ചൊക്കെ ഇടുക. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ തുണിയൊന്നും ഉണങ്ങിയില്ലെങ്കിലൊക്കെ റൂമിലൊക്കെ ഇടുമ്പോൾ ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മേളിലോട്ട് ഇനി ഡ്രസ്സ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ബുദ്ധിമുട്ട് കുറേയൊക്കെ അങ്ങ് ഒഴിവാകും കേട്ടോ. വീട്ടുപണികളൊക്കെ കഴിയുമ്പോൾ പിന്നെ കുറേ നേരം ഞാൻ ഫ്രീ ആവുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ കുറേ നേരം ഫോണൊക്കെ നോക്കിയിരിക്കും കേട്ടോ. ഫോണിൽ കൂടുതലും ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോസാണ് കേട്ടോ കാണാറുള്ളതെന്ന് വെച്ചാൽ കുക്കിംഗ് ഇങ്ങനെ കുട്ടികൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്ത് ഉണ്ടാക്കിയൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു ഉന്മേഷമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി റെസിപ്പീസ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്നൊക്കെ മനസ്സിലിങ്ങനെ പ്ലാൻ ഉണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മോന് ഉണർന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നപ്പോഴത്തേന് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് കുറേ വാശി പിടിക്കുമെന്ന് കരുതി. പക്ഷേ വലിയ വാശിയൊന്നും പിടിക്കാതെ ആൾ ഫുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഫുഡ് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് പിന്നെ തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.